ഭദ്രൻ്റെ രണ്ടാം കെട്ട് രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 42. പാർവതി. ഭദ്രൻ്റെ അലറി ഉള്ള വിളി കേട്ടതും അവൾ ഇത്തിരി പരിഭ്രമത്തോടെ ബെഞ്ചിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെല്ലാവരും തന്നെ പാർവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. 15 ഔട്ട് ഓഫ് 25. നല്ല ബെസ്റ്റ് മാർക്കാണ്. എന്തിനാണ് തമ്പുരാട്ടി എന്നും ഇങ്ങനെ കെട്ടിയൊരുങ്ങി കോളേജിലേക്ക് വരുന്നത്? പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? വെറുതെ സമയം കളഞ്ഞു. എനിക്കിങ്ങനെ പേപ്പർ നോക്കേണ്ട കാര്യമില്ലല്ലോ. ദേഷ്യത്തോടെ കയ്യിലിരുന്ന സ്ലിപ്പ് ടെസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് അവൾക്ക് നേരെ നീട്ടിയവൻ ഒന്നും പറയാതെ മുന്നിലേക്ക് ചെന്ന് ഭദ്രൻ്റെ കയ്യിൽ നിന്നും പെണ്ണത് കൈപ്പറ്റി. ഇനി ഇത് ആവർത്തിച്ച മിസ് പാർവതി രാജീവന് എൻ്റെ ക്ലാസ്സിലിരിക്കേണ്ടി വരില്ല. എന്നും പുറത്തായിരിക്കും സ്ഥാനം. അതോർത്താ നന്ന്. അവസാനമായി ഒന്നും കൂടി താക്കീത് നൽകിയിട്ട് ബാക്കി കയ്യിലിരുന്ന പേപ്പറുകൾ ഓരോരുത്തർക്കായി കൊടുക്കുവാൻ തുടങ്ങിയവൻ. പക്ഷെ മറ്റുള്ളവർക്ക് മാർക്ക് കുറഞ്ഞുവെങ്കിലും പാർവതിക്ക് കിട്ടേണ്ട അത്രയും തീവ്രതയില്ലായിരുന്നു എന്നുള്ള കാര്യം മാത്തൻ പ്രത്യേകം ശ്രദ്ധിച്ചു. റോഷൻ മാത്യൂസ്. അടുത്ത ഊഴ അവൻ്റേതായിരുന്നു. 17. ഭദ്രൻ മാർക്ക് വിളിച്ചു പറഞ്ഞതും മാത്തൻ വേഗം തന്നെ എഴുന്നേറ്റ് മുന്നിലേക്ക് ചെന്നു. ഭാഗ്യം, കൂട്ടുകാരിയേക്കാൾ 2 മാർക്ക് കൂടുതലുണ്ട്. പേപ്പർ കൊടുക്കുന്നതിനിടയിൽ ഭദ്രൻ അവനെ ഒന്ന് ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു. മറുപടിയൊന്നും പറയാതെ തന്നെ ആൻസർ ഷീറ്റും വാങ്ങി റോഷൻ തിരികെ സീറ്റിൽ ചെന്നിരുന്നു. അനുപമാദേവ്. അടുത്ത കുട്ടിയുടെ പേര് വിളിച്ചപ്പോഴേക്കും ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും കണ്ണ് പിന്നീട് അവൾക്ക് നേരെയായി. 25 ഔട്ട് ഓഫ് 25. മുൻബെഞ്ചിലിരുന്ന അനുപമ അത് കേട്ടതും ഇത്തിരി ഗർവോടെ തന്നെ എഴുന്നേറ്റ് നിന്നു. മിടുക്കി, ഇങ്ങനെയായിരിക്കണം കുട്ടികൾ. കൺഗേൾസ് അനുപമ, ഈ ആവേശം അവസാനം വരെ ഉണ്ടാവണം. ഭദ്രനൊരു ചെറുപുഞ്ചിരിയോടുകൂടി അവൾക്ക് നേരെ പേപ്പർ നീട്ടി. അനുവത് കയ്യിൽ വാങ്ങിയപ്പോൾ അവളുടെ കണ്ണുകളിൽ ഗുരുത്വത്തിന് പകരം ആദ്യമായി അവനോടുള്ള പ്രണയമാണ് മുന്നിട്ട് നിന്നത്. പക്ഷെ കൂടെയുള്ളവർക്കാർക്കും അത് മനസ്സിലായില്ല എന്ന് സാരം. ഉണ്ടാവും സാർ, ഉറപ്പോടെ പറഞ്ഞിട്ട് അവൾ തിരികെ ബെഞ്ചിലേക്ക് തന്നെ ഇരുന്നു. ഷാരിക്ക് 25, 24 ഉണ്ടായിരുന്നത് കാരണം അവൾക്ക് വലിയ വഴക്കൊന്നും കേൾക്കേണ്ടി വന്നില്ല. എല്ലാവർക്കും കിട്ടിയല്ലോ, എല്ലാവരും ഹാപ്പിയാണല്ലോ. പേപ്പർ നോക്കിയാൽ അറിയാം എല്ലാത്തിൻ്റെയും പഠിത്തത്തിലുള്ള കേമത്വം. ഇനി ഇതുപോലെയുള്ള സ്ലിപ്പ് ടെസ്റ്റുകൾ ഇടുന്നതായിരിക്കും, അതും എല്ലാ തിങ്കളാഴ്ചയും. ഇങ്ങനെയുള്ള മാർക്കുകളാണ് കിട്ടുന്നതെങ്കിൽ എല്ലാവർക്കും ഇനി മുതൽ പണിഷ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇതാദ്യത്തേതായതുകൊണ്ട് മാത്രം ഞാനങ്ങ് ക്ഷമിക്കുന്നു. ക്ലാസ്സിനെ മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് അവൻ ടെക്സ്റ്റ് ബുക്ക് കയ്യിലേക്കെടുത്തു. അടുത്ത പോർഷൻസ് പഠിപ്പിക്കുവാൻ വേണ്ടി. പാറു മാത്രം ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അവൻ്റെ ക്ലാസ്സും കേട്ടുകൊണ്ടിരുന്നു. ലാസ്റ്റത്തെ പീരീഡ് ആയതിനാൽ തന്നെ ബെൽ റിംഗ് കേൾക്കുവാനായി അവൾ കാതുകൾ രണ്ടും കൂർപ്പിച്ചു വെച്ചു. ഏകദേശം അരമണിക്കൂറും കഴിഞ്ഞപ്പോൾ തന്നെ ബെല്ലടിച്ചിരുന്നു. ഭദ്രൻ കുട്ടികളെ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുട്ടികളെല്ലാവരും ഇറങ്ങിപ്പോയതും പാർവതി പതുക്കെ മാത്തൻ്റെ കയ്യും പിടിച്ച് പാർക്കിങ്ങിലേക്ക് നടന്നു നീങ്ങി. അതിനരികിൽ പന്തൽ വിരിച്ചു നിൽക്കുന്ന വാഗിയുടെ കെട്ടിയിട്ട പടികളിലേക്ക് കയറിയവർ ഇരുന്നു. ദേ, ഭദ്രൻ സാർ വരുന്നുണ്ടല്ലോ, നിനക്ക് പോകാനുള്ള സമയമായില്ലേ? മാരാര് ചെന്ന് ക്ലാസ്സിൽ കയറിയിരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും അനങ്ങാതെ ഇരിക്കുന്ന പാർവതിയെ കണ്ടവന് സംശയം തോന്നി. അതിന് ഞാൻ ഇന്നു തൊട്ട് അയാളുടെ കൂടെയല്ല പോകുന്നത്, എനിക്ക് പോകാൻ വേറെ വണ്ടി വരും. അപ്പോഴും അവളുടെ നോട്ടം ഭദ്രൻ്റെ വണ്ടിയുടെ നേർക്കായിരുന്നു. അയാളത് സ്റ്റാർട്ട് ചെയ്യുന്നതും തൻ്റെ നേരെ നോട്ടം അയച്ചതും പാറു പ്രത്യേകം ശ്രദ്ധിച്ചു. അതെന്താ പുതിയൊരു രീതി? ഇന്നലെ വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ വല്ല വഴക്കം ഉണ്ടായോ? മാത്തൻ നെറ്റി ചുളിച്ചു. ഏയ്, അതൊന്നും ഇല്ലടാ. പിന്നെ നിങ്ങളുടെ വീട്ടുകാർ തമ്മിൽ വല്ല വഴക്കം ഉണ്ടായോ? റോഷന് വീണ്ടും സംശയം. അതൊന്നും ഉണ്ടായില്ല, പാറു ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു. പിന്നെന്തു പറ്റിയടി? നിങ്ങൾ രണ്ടുപേരും അയൽവക്കക്കാരല്ലേ, പോരാത്തതിന് കുടുംബമായിട്ട് അത്രയും ബന്ധമുള്ളവരും. ഇന്നലെ വരെ ഒരു പ്രശ്നവും ഇല്ലാത്തവർ ഇന്നെന്തിനാ വേറെ വേറെ വണ്ടികളിൽ പോണതേ? റോഷൻ അറിഞ്ഞേക്കുന്നുള്ള രീതിയിൽ പാർവതിയെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എൻ്റെ പൊന്നു മാത്ത, കാര്യം എന്താണെന്ന് എനിക്കും അറിയില്ല. മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു.
അത്രമാത്രം. എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനിക്കാം. അങ്ങേരുടെ ആ പേട്ട് മോന്ത ഇനി എന്നും രാവിലെയും വൈകിട്ടും കാണണ്ടല്ലോ എന്നോർത്ത്. പാർവതി അത് പറഞ്ഞപ്പോഴാണ് റോഷനും അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇതിനിടയിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്ന് എനിക്കെന്തോ തോന്നുന്നു. അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് പാർവതിയെ ഒന്ന് നോക്കി. ഇതിലിപ്പോൾ ഞാൻ സൂക്ഷിക്കേണ്ട കാര്യം എന്താ? രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. അതുപോലെയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. ഏയ്, അങ്ങനെയല്ലടി. എനിക്കെന്തോ മൊത്തത്തിലൊരു നെഗറ്റീവ് വൈബ് അടിക്കുന്നുണ്ട്. ഒന്ന് പോയേ മാത്ത, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ. അവൾ അവനെ കണ്ണുരുട്ടി കാട്ടി. അപ്പോഴേക്കും രാമേട്ടൻ്റെ വണ്ടി അവളെ കൊണ്ടുപോകാനായി അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിരുന്നു. ഞാൻ പോട്ടേടാ ചെക്ക, നാളെ കാണാം. റോഷനോട് യാത്ര പറഞ്ഞവൾ വാഗയുടെ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് കാറിന് നേരെ നടന്നു. അവൾ വണ്ടിയിൽ കയറിയതും ഭദ്രൻ്റെ വണ്ടി അവർക്ക് മുൻപിൽ കൂടെ ഓണം മുഴക്കിക്കൊണ്ട് ചീറി പാഞ്ഞു പോയിരുന്നു. അമ്മേ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ? കോളേജ് വിട്ടു വന്നതിന് ശേഷം സംസാരിക്കുവാനായി പല പ്രാവശ്യം ശ്രമിച്ചുവെങ്കിലും ഒഴിഞ്ഞു മാറി നടക്കുന്ന ലക്ഷ്മിയുടെ മുൻപിൽ കയറി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവർ പുഞ്ചിരിച്ചുകൊണ്ട് ഭദ്രനെയും മറികടന്ന് ചട്ടി അടുക്കളയിലേക്ക് നീങ്ങി. എന്തിനാ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഈ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എന്തിനാണ്? മാറിക്ക്, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അവൻ വീണ്ടും അവരുടെ പുറകെ നടന്നുകൊണ്ട് കെഞ്ചി. പക്ഷേ അപ്പോഴും മൗനമായിരുന്നു ലക്ഷ്മിയുടെ ആയുധം. അമ്മേ, ഇന്നലെ രാത്രി പറയാൻ പാടില്ലാത്ത പലതും ഞാൻ പറഞ്ഞു. ദേഷ്യം വന്നതുകൊണ്ട് പറഞ്ഞു പോയതാ എന്നും പറഞ്ഞ് എന്നോടിങ്ങനെ മിണ്ടാതിരിക്കേണ്ട വലിയ കാര്യമുണ്ടോ? അമ്മ പോയി റെസ്റ്റ് എടുത്തോ. കാലിലെ സ്റ്റിച്ച് പൊട്ടിയാൽ പിന്നെ പണിയാവും. ചായ തിളപ്പിച്ചുകൊണ്ടിരുന്ന ലക്ഷ്മിയെ പതിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് ആ പണി ഭദ്രനെ ഏറ്റെടുത്തു. തിളച്ച പാലിലേക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ഇട്ടതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും അവനത് 2 ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചെടുത്ത് ആറ്റിച്ചു. ഒരു ഗ്ലാസും കയ്യിലെടുത്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ടു ചൂലും എടുത്തുകൊണ്ട് മെല്ലെ ഹാളിലേക്ക് പോകുന്ന അമ്മയെ. അമ്മയോട് എത്ര പറഞ്ഞാലും കേൾക്കില്ലേ? എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും വേണ്ട, പണിയൊന്നും ചെയ്യാതിരുന്നൂടെ? ദേഷ്യത്തോടെ അവരുടെ അരികിലേക്ക് ചെന്ന് കയ്യിലിരുന്ന ചൂലവൻ വാങ്ങി തറയിലേക്കിട്ടു. ശേഷം കയ്യിൽ പിടിച്ച് സെറ്റിയിലേക്കിരുത്തി ചായ കൊണ്ടുപോയി കയ്യിലേക്ക് വെച്ചു കൊടുത്തു. മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് കുടിക്ക്. എന്തേലും പണിയുണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം. വീറോടെ പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവർക്കെതിരായി കിടന്ന സെറ്റിയിലേക്കിരുന്നു. ഞാൻ ചായ കുടി നിർത്തിയിട്ട് 2 വർഷങ്ങളായി. കയ്യിലിരുന്ന കുപ്പി ഗ്ലാസ് മുൻപിലുള്ള ടീപ്പോയിലേക്ക് വെച്ചുകൊണ്ടവർ മകനെയൊന്ന് ദൈന്യതയോടെ നോക്കി. അതെന്താ? ഞാൻ അറിഞ്ഞില്ലല്ലോ. മകൻ്റെ ദഞ്ചകത്തിൽ വിങ്ങൽ ആ അമ്മ അറിഞ്ഞുവെങ്കിലും അവരൊരു ചെറുചിരിയിൽ അതടക്കി. ഈ 2-3 വർഷങ്ങൾ കൊണ്ട് നീ അറിയാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതൊന്നും അറിയുവാൻ നിനക്ക് താല്പര്യമില്ലായിരുന്നു. അറിയിക്കുവാൻ എനിക്കും. അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ അറിയുന്ന എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉണ്ടാക്കിത്തരുന്ന എന്തും ഇഷ്ടമായിരുന്നു. നീ അറിയുന്ന നിൻ്റെ അമ്മ 3 വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാണ്ടായി. എൻ്റെ നന്ദനമോളുടെ ശരീരത്തോടൊപ്പം എൻ്റെ മനസ്സിനെയും നീ അടക്കിയില്ലേ? അമ്മേ, അവൻ വേദനയോടെ വിളിച്ചു. അമ്മ തന്നെയാ. നീ ഉണ്ടാക്കിത്തരുന്ന എന്തും ഇഷ്ടപ്പെടുന്ന നിൻ്റെ അമ്മയോട് ഈ 3 വർഷങ്ങളിൽ എന്നെങ്കിലും ഒരു വാക്ക് നീ സ്നേഹത്തോടെ മിണ്ടിയിട്ടുണ്ടോ? അതുപോട്ടെ, ഇതിലും വയ്യാതെ കട്ടലിൽ തന്നെ കിടന്ന ദിവസങ്ങളുണ്ട് ഞാൻ. അന്നൊന്നും നിനക്ക് ഞാൻ നിൻ്റെ അമ്മയാണെന്നുള്ള ഓർമ്മ വന്നിരുന്നില്ലേ? നീ നിൻ്റെ ഭാര്യയുടെ വിയോഗത്തിൻ്റെ ദുഃഖവും പേറി ജീവിച്ചപ്പോൾ ഒരു മനുഷ്യജീവിക്ക് കൂടി ഈ വീട്ടിൽ കഴിയുന്നുണ്ടെന്ന കാര്യം മനഃപൂർവ്വം മറന്നു. ഒറ്റപ്പെട്ട് നീറി നിനക്ക് വേണ്ടി കഴിഞ്ഞപ്പോഴും നിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഞാനും കൂടി പോയാൽ നിനക്കാരുണ്ടെന്നുള്ള ചിന്ത മാത്രമേ എന്നിലുണ്ടായിട്ടുള്ളൂ. പക്ഷെ നീയോ? അവരൊന്ന് ഏങ്ങിക്കൊണ്ട് തുടർന്നു. നീ ഒരു സ്വാർത്ഥനാണ് ഭദ്ര. അല്ലെങ്കിൽ നീ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കില്ലായിരുന്നു. അതൊക്കെ പോട്ടെ, നിൻ്റെ അച്ഛനും ഈശ്വരൻ്റെ അടുത്തേക്ക് പോയതല്ലേ? നന്ദനമോളുടെ അപ്പുറത്തായി ഒരു മൺകൂന കൂടിയുള്ള കാര്യം നീ മറന്നുപോയെന്നാണോ? ഭാര്യയെ ഓർക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. നിന്നെ 10-28 വർഷം കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ ആളാ.
തലമറന്ന് എണ്ണ തേക്കാൻ ശ്രമിക്കരുത് മോനെ. ഭദ്രൻ ഒന്ന് ഞെട്ടിക്കൊണ്ട് ലക്ഷ്മിയെ നോക്കിയിരുന്നു പോയി. ചങ്കു പറഞ്ഞു പോകുന്നത് പോലെ തോന്നി അവന്. സഹതാപം തോന്നുന്നു നിന്നോട്. നിനക്കുള്ള അതേ വിഷമം തന്നെയാണ് അദ്ദേഹം പോയപ്പോൾ എനിക്കും തോന്നിയത്. ഇപ്പോഴും തോന്നുന്നുണ്ട്. എന്നിട്ടും നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നില്ലേ? പക്ഷേ നീയോ? നീ നിൻ്റെ പ്രാണനെ പോലെ കരുതിയ കൊട്ടുപോലും മറന്നെന്നുള്ള മട്ടിലല്ലേ? അവർ ശ്വാസം ആഞ്ഞു വലിച്ചു വിട്ടു. അമ്മയുടെ സംസാരം നെഞ്ചിലൊരു പുഴ ഒഴുക്കുന്നുണ്ടായിരുന്നു അവന്. വാക്കുകൾ നഷ്ടപ്പെട്ടവനെ പോലെ ഭദ്രൻ കണ്ണു നിറച്ചുകൊണ്ട് അവരെ ദീനമായി നോക്കിക്കൊണ്ടിരുന്നു. വയ്യ ഭദ്ര, ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സംസാരം വേണ്ട. ഇല്ലാതാകുന്നിടം വരെ ഈ വീട്ടിൽ എനിക്ക് ജീവിക്കണം. നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും അമ്മ നിന്നോട് ഇനി പറയില്ല, ചെയ്യേയില്ല. മോനതോർത്ത് വിഷമിക്കണ്ട. നിനക്കിഷ്ടമില്ലെങ്കിലേ പാർവതിയോടും ഇങ്ങോട്ട് ഇനി വരരുതെന്ന് ഞാൻ പറഞ്ഞേക്കാം. കുറേ വർഷങ്ങൾക്ക് ശേഷം ജീവിക്കാനൊരു കൊതി തോന്നിയതാ. കൂടെ നീ സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊരാശ തോന്നിപ്പോയി. അതിപ്പോൾ ഇങ്ങനെ ആയി. ഒന്നും വേണ്ട, ഒന്നും. പണ്ടത്തെ പോലെ ഈ വീട്ടിൽ നീ ഞാനും മാത്രം മതി. ഒറ്റപ്പെട്ട തുരുത്തുകളെ പോലെ. ലക്ഷ്മി സെറ്റിയുടെ കയ്യിൽ പിടിച്ച് പതിയെ എഴുന്നേറ്റു. ഉള്ളംകാലിൽ മുള്ളുകുത്തി കയറുന്ന വേദന അവരുടെ കണ്ണുകളെ നിറച്ചുകൊണ്ട് താഴേക്ക് ഒഴുകിയിറങ്ങി. ഏങ്ങിക്കൊണ്ട് പതിയെ അടികൾ വെക്കുന്ന അമ്മയെ കണ്ട് അവന് സഹിക്കാനായില്ല. ഓടിച്ചെന്ന് കൈകളിൽ അവരെ താങ്ങിയെടുത്തുകൊണ്ട് മുറിയിലേക്ക് നടന്നവൻ. അപ്പോഴും ലക്ഷ്മി തൊടുത്തുവിട്ട ഉത്തരമില്ലാ ചോദ്യങ്ങളുടെ കൂരമ്പുകൾ മനസ്സിലങ്ങനെ തറച്ച് കയറി നിൽക്കുകയായിരുന്നു. അപ്പോൾ തുടരും കേട്ടോ. ഭദ്രനെ ഒരു സാധാരണ മനുഷ്യനാണ്. കുറ്റവും കുറവും സ്വാർത്ഥതയും ഒക്കെയുള്ള മനുഷ്യൻ. എൻ്റെ കഥയിലെ ഹീറോ ആണെങ്കിലും അവനെ മിസ്റ്റർ പെർഫെക്റ്റ് ആക്കാൻ എനിക്കൊട്ടും ആഗ്രഹമില്ല. പക്ഷെ ചില തിരിച്ചറിവുകൾ നല്ലതാണ്. അതുണ്ടായാൽ ഏത് ചീത്ത മനുഷ്യനും ഒന്ന് മാറും. അതിനൊരു നിമിത്തം വേണമെന്ന് മാത്രം. ഇവിടെ അവനിലെ മാറ്റങ്ങൾക്ക് പാറു ഒരു നിമിത്തമാവോ? നമുക്ക് നോക്കാം കേട്ടോ.